തൊട്ടടുത്ത വർഷം 2002 ജൂലൈ 4 ദിലീപിനെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ലെവലിൽ വരെ എത്തിയ പടം മീശ മാധവൻ. അതായത് എല്ലാ റെക്കോർഡും വേറെ ലെവലാണ്. മീശ മാധവനെ കുറിച്ച് പറയുന്ന സമയം ഉണ്ടെങ്കിൽ, അതായത് മീശ മാധവന്റെ സമയത്ത് ദിലീപിന്റെ ഇത്തിരി മോശം സമയം വേറെ തരില്ല. ദിലീപിന് അന്നൊരു ഈ ഒരു പ്രൊഡ്യൂസേഴ്സിനായിട്ട് ഒരു കേസും കാര്യങ്ങളൊന്നും, പ്രൊഡ്യൂസർ അസോസിയേഷൻ ദിലീപിനെ വിലക്കി 2 വർഷത്തേക്ക് ദിലീപിന്റെ സിനിമകളൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതും ഈ മീശ മാധവനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന്റെ തൊട്ട് മുമ്പ് ലാൽ ജോസിന് 2ാം ഭാവം ഫ്ലോപ്പായി നിൽക്കുക. അപ്പൊ ലാൽ ജോസ് ദിലീപ് ഫ്രണ്ട്സ് ആണ്. ചന്ദ്രൻ ദിക്കിൽ സിനിമ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാൽ ജോസ് ചെയ്ത 2ാം ഭാവം ഫ്ലോപ്പായി. ലാൽ ജോസ് ഇതൊക്കെ നിർത്തി. ലാൽ ജോസിന് അച്ഛൻ വരെ പറഞ്ഞു വിദേശത്തെങ്ങാനും ജോലിയൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദിലീപാണ് പറഞ്ഞിട്ട് പറഞ്ഞത്, നീ എന്നെ വെച്ചൊരു പടം പ്ലാൻ ചെയ്തോ, നമുക്ക് എന്താന്ന് വെച്ചു കഥ ആലോചിച്ചോ എന്ന് പറഞ്ഞപ്പോ ലാൽ ജോസും അതിന്റെ റൈറ്റർ രഞ്ജൻ പ്രമോദും, നമ്മുടെ ഈ 2ാം ഭാവത്തിന്റെ റൈറ്റർ, ഇവർ രണ്ടുപേരും നിലമ്പൂർക്ക് ഒരു ട്രിപ്പ് പോയി. കാരണം ഇവര് ഫുൾ ബ്ലാങ്ക് ആണ്. ഇവരൊരു ഫ്ലോപ്പ് കിട്ടി, എല്ലായിടത്തും ചീത്തവിളി, 2ാം ഭാവം പൊട്ടി നിൽക്കുന്നു. അപ്പൊ ഇവര് നിലമ്പൂര് പോയിട്ട്, നിലമ്പൂര് ലാൽ ജോസിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് പറഞ്ഞ നിലമ്പൂര് ഉണ്ടായിരുന്ന ഒരാളുടെ കഥ, ഒരു കള്ളന്റെ ഒരു ജീവിതം പറഞ്ഞു. അതിൽ കുറെ ട്രാജഡിയാണ് ശരിക്കും. പക്ഷെ ഇവർക്ക് ആ നാട്ടുകാർക്കൊക്കെ സ്നേഹിക്കുന്ന ഒരു കള്ളൻ എന്ന് പറയുന്ന ആ ഒരു എലിമെന്റ് കിട്ടി. അത് വെച്ച് ഇവര് ഡെവലപ്പ് ചെയ്തിട്ടാണ് മീശ മാധവനിലേക്ക് കിടന്നത്.